ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്നൊരു നോർമൽ ഡേയിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് എന്നിട്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിലോട്ട് വന്നതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡും അപ്പം തന്നെ ഉണ്ടാക്കും. പിന്നത്തേക്ക് അങ്ങനെ വെക്കാറില്ല. അപ്പം ആദ്യം വന്ന് ചെയ്യുന്നത് പിറ്റേ ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി ഉഴുന്നും വെള്ളത്തിലിടുക ചെയ്യുന്നത്. ഇപ്പം അപ്പത്തിനാണെങ്കിൽ അപ്പത്തിന്, ഇഡ്ഡലിക്കാണെങ്കിൽ ഇഡ്ഡലിക്ക് അങ്ങനെ വെള്ളത്തിലിടണമല്ലോ കുതിർക്കാൻ. അപ്പം അത് ആദ്യം ചെയ്യുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മറന്നു പോകും. ഉച്ചയ്ക്കൊരു ഊണൊക്കെ കഴിയുമ്പോഴായിരിക്കും പിന്നെ ഓർമ്മ വരുന്നത്, അയ്യോ വെള്ളത്തിൽ കുതിർക്കാനിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് രാവിലെ അടുക്കളയിലേക്ക് എല്ലാ ദിവസവും ഇത് തന്നെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അരി ഉഴുന്നുമൊക്കെ കുതിർക്കാനിടുക ചെയ്യുന്നത്. ഇടിയപ്പം, പിന്നെ അരിപ്പത്തിരി, പുട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളപ്പോഴാണ് രാവിലെ തന്നെ ചെയ്യുന്നത്. ബാക്കി അല്ലാതെ ഇതൊക്കെയാണെങ്കിൽ തലേ ദിവസം തന്നെ കുതിർക്കണമല്ലോ. അപ്പോൾ അത് ചെയ്തു. എന്നിട്ട് കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ വാങ്ങിച്ച മീൻ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഇട്ടതൊന്ന് ഐസ് മാറാൻ, നല്ല ഐസാണ്. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിലിടുകയാണ്. കുറച്ച് മത്തിയും ഉണ്ട്, കുറച്ച് ചൂടയും ഉണ്ട്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് എന്നിട്ട് കറിക്ക് വേണ്ടിയുള്ള തേങ്ങ തിരികെ എടുക്കുക. അപ്പം മാങ്ങ ഇരിപ്പുണ്ട്. ചൂട മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുക. തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന്. പിന്നെ മത്തി വറുക്കാമെന്നും വിചാരിച്ച്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറ് അധികം ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ചോറിനി വെക്കണ്ട. തലേ ദിവസത്തെ കുറച്ച് ചോറ് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്താൽ ഇന്നത്തേക്ക് അത് മതി, വേറെ വെക്കണ്ട. അതുകൊണ്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ വലിയ പണികളൊന്നുമില്ല. കുറേ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് കിച്ചണിലോട്ട് വരുന്നത്. തലേ ദിവസം തന്നെ കുറേ പണികൾ തീർക്കും. പിന്നെ രാവിലെ വന്ന് ഇതുപോലെ കുക്ക് ചെയ്യുന്ന ജോലികളൊക്കെ കാണത്തുള്ളൂ. പിന്നെ കിച്ചൺ ഒന്ന് തുടയ്ക്കണം. കിച്ചൺ തലേ ദിവസവും വൈകുന്നേരം തുടയ്ക്കും. പിന്നെ ഈ കുക്കിങ് കഴിയുമ്പം കുറച്ച് വൃത്തികേടാവുമല്ലോ. തേങ്ങ തിരുകുന്നതിൻ്റെ പൊടിയും പിന്നെ എന്തെങ്കിലും മസാലയൊക്കെ വീഴുമോ, ചെറിയ എന്തെങ്കിലുമൊക്കെ സ്മെല്ല് കാണും. അപ്പോൾ അതുകൊണ്ട് തലേന്ന് തുടയ്ക്കുന്നതുകൊണ്ട് ഡീപ്പായിട്ടൊന്നും തുടയ്ക്കത്തില്ല, ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കും. അപ്പം അത്രയൊക്കെ പണികളേ ഉള്ളൂ. ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ജോലികളാണ്. പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി. ചില വീഡിയോസിനൊക്കെ 2-3 വ്യൂസൊക്കെ ഉള്ളു. എന്നാലും ആ 2-3 വ്യൂസായാലും ഞാൻ പിന്നെ ഫോൺ എടുത്ത് നോക്കുമ്പം 2 വ്യൂ, പിന്നെ അധികം ഒന്നും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ഇടുന്നതിന് ആരെങ്കിലും ഒരാളെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം വരും. പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുമ്പോൾ തൊട്ടേ, ആകെ 4 വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ വീഡിയോ തൊട്ടേ ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്യും. അത് മിറ സുനിത്ത് എന്നാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പേരെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കമൻറ്റ് ചെയ്തിരിക്കുന്നത് മിറ സുനിത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്യും, നല്ല നല്ല വീഡിയോയാ, പിന്നെ നിർത്തരുത്, വ്യൂസ് ഇല്ലെന്നും പറഞ്ഞ് നിർത്തരുത്, ദിവസവും വീഡിയോ ഇടണം, അപ്പം നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ കുട്ടിയോട് എനിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്നതിന്. കാരണം നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലൊരു സപ്പോർട്ട് കിട്ടുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയിട്ട് കമൻ്റ് ഇടുന്നത് പോലല്ല. നമ്മൾ തുടക്കത്തിൽ ഇതുപോലൊരു വ്യൂസ്, ഒരു കമൻറ്റ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ മീൻകറിക്ക് മല്ലിപ്പൊടി ഇടത്തില്ല കേട്ടോ. തേങ്ങ അരച്ച മീൻകറി മാങ്ങായിട്ട് സാധാരണ മല്ലിപ്പൊടി ഇടും. അപ്പം ഞാൻ തേങ്ങ അരച്ച മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടത്തില്ല.
ഞാൻ 1-2 സ്പൂൺ അളവനുസരിച്ച് മീൻ്റെയും തേങ്ങയുടെയൊക്കെ അളവനുസരിച്ച് 1-2 സ്പൂൺ മുളക് പൊടി ഇപ്പം ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി ആയിട്ടോ, അതാ 2 സ്പൂൺ ഇട്ടത്, വലിയ എരിയില്ലല്ലോ. മുളക് പൊടി, മല്ലിപ്പൊടി ഇടത്തില്ല, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവ, പിന്നെ കുറച്ച് ചുമന്നുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി ഇല്ലയോ, കൊച്ചുള്ളിക്ക് ഞങ്ങൾ ചുവന്നുള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ ചുവന്നുള്ളി കുറച്ച് അധികം ഇടും, ഒരു പിടിയെങ്കിലും. വലിയ ഉള്ളി ഒരു പിടിയെങ്കിലും, കുറച്ച് വലിയ സൈസിലുള്ളതാണെങ്കിൽ ഒരു പിടിയെങ്കിലും ഇടും, അരിഞ്ഞ് അതിനകത്തിടും. എന്നിട്ട് കുറച്ച് അധികം പച്ചമുളക് ഇടും, കുറേ പച്ചമുളക് ഇടും. ഇപ്പം ഞാൻ ഒരു 8-10 പച്ചമുളകെങ്കിലും ഇട്ടിട്ടുണ്ട്. അപ്പം അത്രയും കൂടെ, അത് മീനിനകത്തായിരുന്നു, അരയ്ക്കുന്നതിനകത്തല്ല. കൊച്ചുള്ളി ഇടുന്നത് അരയ്ക്കുന്നതിനകത്ത് ഇടണം. മുളകും മഞ്ഞൾപ്പൊടി, ഉലുവ, കൊച്ചുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ച്, പിന്നെ മീനകത്ത് മാങ്ങ ഇടുന്ന കൂട്ടത്തിലായി പച്ചമുളക് ഇടുന്നത്. ഈ പച്ചമുളക് അധികം ഈ കറിക്കകത്തിടുന്ന ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഈ കറി. ഞാൻ കുറേ തേങ്ങ അരച്ച കറി കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നിനും ഒരു ടേസ്റ്റ് തോന്നിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേട്ടത്തി വെക്കുന്ന കണ്ട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞു തന്നതാ. സൂപ്പർ ടേസ്റ്റാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്, എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടവുമാണ്. അപ്പം മീൻകറിക്ക് എല്ലാം ആക്കിയിട്ടുണ്ട്. മീൻകറി അടുപ്പയിലോട്ട് വെക്കുക കേട്ടോ. അതിനിടയ്ക്ക് ഇതാ കണ്ടു കാണുമല്ലോ, ഗ്യാസിൻ്റെ അകത്ത് ചോറ് തിളപ്പിച്ചതെല്ലാം തിളച്ച് അതിനകത്തോട്ട് വീണിട്ടുണ്ട്. ഇനി അതൊരു പണിയാണ്. കഞ്ഞിവെള്ളം വീണ് കിടന്നാൽ ഭയങ്കര സ്മെല്ലുവാണ്, അത് തുടയ്ക്കാൻ ഭയങ്കര പാടുവാണ്, കെട്ടിക്കിടക്കും. പിന്നെ അത് ചോറൊക്കെ ഊറ്റി, ഇത്രയും ആവശ്യമുള്ളൂ കേട്ടോ, ഇത്രയും ചോറിൻ്റെ ആവശ്യമുള്ളൂ. കുഞ്ഞുങ്ങളല്ലേ, ബാക്കി 2 പേരും കുഞ്ഞുങ്ങളല്ലേ, പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഒക്കെ കുറച്ച് മതി. ഇനി വൈകിട്ട് ചോറ് കുറവായതുകൊണ്ട് വൈകിട്ട് എന്തെങ്കിലും ഞങ്ങൾ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കും. മീൻ ഫ്രൈ ചെയ്തത് പിന്നെ ഇളയ മോന് മാത്രം മതി കേട്ടോ, അവൻ ആ മീൻ കഴിക്കുന്നത്. മൂത്ത ആൾ മീൻ കഴിക്കത്തില്ല. മീൻ കഴിക്കുമായിരുന്നു, കുഞ്ഞിലെയൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ അവനെന്തോ ഒരു മനംമറി പോലൊക്കെ വന്ന് ഇപ്പം കഴിക്കത്തില്ല. അവനിങ്ങനെ ജീവനുള്ളത് ഇതിനെ പിടിച്ചുകൊണ്ട് വന്ന് അതല്ലയോ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ കഴിക്കത്തില്ല. ഫ്രൈ ചെയ്താലും കറി വെച്ചാലും കഴിക്കും. ചിക്കൻ കഴിക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, ചിക്കൻ എന്താ ഇങ്ങനെ തന്നെയല്ലേ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അപ്പം മീൻ കഴിക്കത്തില്ല. ഇളയാൾ കഴിക്കും. ഇളയാൾ ഒരുവിധം എല്ലാ ഫുഡും കഴിക്കും. മൂത്ത ആൾ കഴിക്കും, എന്നാലും ഇച്ചിരി പാടാണ്. അവന് ചില സാധനങ്ങളൊക്കെ ഉള്ളു ഇഷ്ടമുള്ളത്, അപ്പോൾ അതൊക്കെ കഴിച്ചോളും. പിന്നെ നല്ല മീൻ ഫ്രൈ ചെയ്യാനും കൂടെ വെക്കുക. അപ്പം മീനും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണി ഫുള്ള് കഴിയും. അത് നമ്മൾ തലേന്ന് എല്ലാം ഒതുക്കി വെക്കുകയാണെങ്കിലുള്ളൊരു ഗുണം ഇതാ, നമുക്ക് വന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് ഫ്രൈ ചെയ്യുകയോ കറി ആക്കുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കുക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ തൂക്കുകയോ തുടയ്ക്കുകയോ അലക്കുകയോ അങ്ങനെയുള്ള പണികളൊന്നും കാണത്തില്ല. പിന്നെ നമുക്ക് വൈകിട്ടെല്ലാം ഉള്ളു പണി. ബാക്കി പിറ്റേന്നലത്തേക്കുള്ള ക്ലീൻ ചെയ്യുന്നത്. ബാക്കി രാവിലെ തൊട്ട് വെളുപ്പിനെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ആ വെളുപ്പിനെ തൊട്ട് ഒരു 1-2 മണിക്കൂറത്തെ കാര്യമുള്ളൂ. ബാക്കി ഇത്രയും ടൈം ഫ്രീയാണ്. അപ്പം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം. കമൻ്റ് ഇടുന്നതൊക്കെ കാണാനൊരു സന്തോഷമാണ്, വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെയും വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു ഭയങ്കര സന്തോഷം, മനസ്സിനൊരു സമാധാനമാണ് കമൻറ്റ് വായിക്കുന്നതൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.